ഇന്നിങ്ങനെ ഒരു കഥ പറയാൻ 1-ാം തീയതി അത് തുടങ്ങിയാണ്. അപ്പോൾ ദേവദൂതൻ വലിയ രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ. ഈ പടം ഇങ്ങനെ എന്നാണ് സാർ ഇതിൽ ഡയറക്ടറായിട്ട് അസിസ്റ്റന്റ് വർക്ക് പോർഷൻസ് ഒക്കെ കണ്ടപ്പോൾ 30 വർഷത്തിന് ശേഷം എന്താണ് എങ്ങനെയുണ്ട് തിയേറ്റർ ഫിലിം? ഇത് 10 പ്രാവശ്യം കണ്ടു, 20 പ്രാവശ്യം കാണും. എല്ലാം കൊണ്ടും ഓഡിയോ, വീഡിയോ, വിഷ്വൽ എല്ലാം. സാറിന്റെ പടങ്ങൾ ഇനി വരാൻ പോകുന്നത്? സാറിന്റെ പടം ഏതാണ് ഇനി വരാൻ പോകുന്നത്? ഇതോ സാറിന്റെ പടം ഇതുപോലത്തെയോ? ഒരു 30 ഓളം കാണും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത്രയും ഇൻഡസ്ട്രിയിലെ ലെജൻസും സ്റ്റോൾ വേർഡ്സും നമ്മുടെ കൂടെ ഇപ്പോഴും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഒരുമിച്ച് എന്താ പറയുക, അത്രയും മികച്ച ഒരു പ്രോജക്റ്റാണ്. അത്രയും മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ്. അതിപ്പോൾ ഈ 4K അറ്റ്മോസിൽ കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഗൂസ് ബംസ് മൊമെന്റ്സും എക്സ്പീരിയൻസും ആണ്. ഓരോരും നമ്മുടെ ജനറേഷനിൽ എസ്പെഷ്യലി കണ്ടിട്ടില്ലാത്തവരും TV-യിൽ മാത്രം കണ്ടിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കാണേണ്ടതാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ്. 31 വർഷത്തിന് ശേഷം വീണ്ടും മണിച്ചിത്രത്താഴ് നമ്മൾ തിയേറ്ററിൽ കാണുന്നു. പക്ഷെ ഇപ്പം കാണുമ്പോൾ ഏറ്റവും വലിയൊരു നമുക്കൊരു സുഖം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ശബ്ദ മികവോടുകൂടിയും ഒപ്പം ദൃശ്യഭംഗി. നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണുന്ന, പുതിയ സിനിമ കാണുന്ന അതേ ഫീലിൽ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആ ഒരു ക്ലാസിക് മൂവി തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. സത്യമായി ഇത് നമ്മൾ എത്ര തവണ കണ്ടു കഴിഞ്ഞാലും ഇപ്പോഴും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നേരത്തെ തന്നെ മണിച്ചിത്രത്താഴ് ആൾക്കാർ താഴെ വരെ ഇരുന്ന് തിരുവനന്തപുരത്ത് ഫെസ്റ്റിവലിലൊക്കെ ഇട്ടപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടിയും കുറച്ചും കൂടി വിഷ്വലിയും അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സും ഒക്കെ തന്നെ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് പുതിയ സിനിമയോട് മികവുറ്റ രീതിയിൽ കിടപിടിക്കുന്ന രീതിയിലാണ് ഈ മണിച്ചിത്രത്താഴ് ഒരുക്കിയിരിക്കുന്നത്. അപ്പം എന്തായാലും സിനിമാ പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ വന്ന് കാണുകയാണെങ്കിൽ വീണ്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ സമ്മാനിക്കും. ഞാൻ 1994 പോയ ഒരു അവസ്ഥയാണ് പടം കണ്ടപ്പോൾ. ഐ വെന്റ് ത്രൂ ഓൾ എമോഷൻസ്. ഇപ്പോഴും I've seen the movie many times. പക്ഷേ ഇപ്പോഴും അത് ഫസ്റ്റ് ടൈം കണ്ടൊരു ഫീലിംഗ് ആണ്. ബിക്കോസ് ഈ തവണ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് കൂടുതൽ കാണാൻ പറ്റി. കളറിങ് ആണെങ്കിലും അതുപോലെ ഫേസ് എക്സ്പ്രഷൻ, ഇറ്റ് വാസ് മോർ ക്ലിയർ ദിസ് ടൈം. ആൻഡ് ദി സൗണ്ട്, ഈവൻ ദി മ്യൂസിക്, എന്നാ പറയുക, ഐ ക്യാൻറ്റ് എക്സ്പ്രസ് എങ്ങനെയാണ് സൗണ്ട്, ബട്ട് യു ആർ ഫീലിംഗ് ദ ഹോൾ ടൈം. നമ്മൾ ഈ TV-ക്കകത്ത് കാണുമോ അല്ലെങ്കിൽ ഫോണിനകത്ത് കാണുന്നതിനെക്കാട്ടിൽ യു ആർ സിറ്റിംഗ് ഇൻ തിയേറ്റർ, യു ആർ ഫീലിംഗ് ഇറ്റ്. ആ സൗണ്ട് അതുപോലെ അവർ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഫ്ലാറ്റ്. ഇത് കാണാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് തന്നെ എല്ലാവരോടും നന്ദി പറയുന്നത്. നെവർ എക്സ്പെക്റ്റഡ് ടു സീ ഇറ്റ് അഗൈൻ ഇൻ തിയേറ്റർ. ഐ ക്യാൻ ഓൺലി ടെൽ, go to the theater, watch this movie again. It is worth to watch it again, even if you've seen it many times. 94-ല്ലേ തിയേറ്ററിനകത്ത് ഡിസംബർ ടൈമില് അന്നുണ്ടായിരുന്ന ഒരു ക്രൗഡ് അതിനേക്കാളും ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെ തോന്നുന്നു? ബേസിക്കലി ഇന്നത്തെ ക്രൗഡ് എനിക്ക് അതാ പറഞ്ഞത്. ഐ ഫെൽറ്റ് 94 തിരിച്ചു പോയൊരു ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ ദി പീപ്പിൾ വർ ക്ലാപ്പിംഗ് കറക്റ്റ് സമയത്ത്. അവർ ചിരിക്കുന്നു ഇപ്പോഴും. ആ പടം എല്ലാവർക്കും കാണാപ്പാട് പറയാം. സ്റ്റിൽ ബട്ട് പീപ്പിൾ ആർ ലാഫിംഗ് ആ കറക്റ്റ് സീൻസ് വരുമ്പം. അതുപോലെ ടെൻസ്ഡ് ആയ സിറ്റുവേഷൻ. എൻ്റെ ഒരു ബേസിക്കൽ ഓഡിയൻസ് ഫീൽ ദേ വർ ഓൾസോ വിത്ത് ഇൻ ദ മൂവീനാണ്. ആ സമയത്ത് ആരും ഫോൺ വിളിക്കുന്നില്ല. ക്ലൈമാക്സ് സീനൊക്കെ ആകുമ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട്. അപ്പം ആ എഫക്റ്റ് സ്റ്റിൽ ഇൻ ദ തിയേറ്റർ അതെയാണ്.